കഴിഞ്ഞ കേരള സർവകലാശാല തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിൽ SFIക്ക് വിചാരിച്ച മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റിയില്ല. അപ്പൊ SFIയുടെ സഖാക്കന്മാർ എന്ത് ചെയ്തു? കുട്ടി സഖാക്കന്മാരാണല്ലോ, അവന്മാരെന്ത് ചെയ്തു? കുറെ ബാലറ്റ് പേപ്പർ എടുത്തങ്ങ് കഴിച്ചു, അങ്ങ് തിന്നു. അപ്പൊ കഴിച്ചു കഴിഞ്ഞപ്പോഴും ജയിക്കുന്നില്ല. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ ബഹളമായി. അപ്പൊ ബഹളമായി കഴിഞ്ഞപ്പോ ബാലറ്റ് പേപ്പറിന്റെ ബാലൻസ് ശരിയാകുന്നില്ല. അപ്പൊ എന്ത് ചെയ്തു? രജിസ്ട്രാർ പറഞ്ഞു ആ SFIയെ ജയിപ്പിച്ചതായിട്ട് പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞു. PC പറഞ്ഞു സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. SFIക്കാരൻ ബാലറ്റ് പേപ്പർ തിന്നിട്ട് പോലും SFIക്കാരൻ ജയിച്ചു എന്ന് എഴുതി കൊടുക്കാത്തതിന്റെ കലിപ്പ് പൊടിക്കുന്ന കലിപ്പടങ്ങണം. ഈ രജിസ്ട്രാർ കലിപ്പ് പൊടിക്കുന്ന അടങ്ങണം എന്ന് പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇനിയും വൈസ് ചാൻസലറുടെ ശുപാർശയില് നേരത്തെ പ്രോ വൈസ് ചാൻസലർ എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പോസ്റ്റായി മാറി. ആ പ്രോ വൈസ് ചാൻസലറെ ഇനി നിയമിക്കാൻ പോകുന്നത് സിൻഡിക്കേറ്റ് ആണ്. അപ്പൊ പൊളിറ്റിക്കൽ ഡിസിഷൻ ആണ്. ഈ പ്രോ വൈസ് ചാൻസലറുടെ യോഗ്യത നേരത്തെ പ്രൊഫസർഷിപ്പ് ആയിരുന്നു, അതങ്ങ് മാറ്റി. ഇപ്പൊ എന്താ? അസിസ്റ്റന്റ് പ്രൊഫസറാണ്. അതായത് പ്രൊഫസർമാര് പങ്കെടുക്കുന്ന യോഗത്തെ പ്രിസൈഡ് ചെയ്യുന്നത് അസിസ്റ്റന്റ് പ്രൊഫസർ മാത്രമായ PVC ആകുന്നത് എവിടുത്തെ ന്യായമാണ് സാർ? എന്തൊരു ന്യായമാണ് സാർ? എന്തൊരു നീതികേടാണ് സാർ? ഇനിയിപ്പോ രാഹുൽ പ്ലീസ്.